ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ ഒരു 7 ലക്ഷണങ്ങൾ പറയാം. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മാറ്റണം. നിങ്ങളുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്കോ കുടുംബക്കാർക്കോ ആർക്കെങ്കിലും ഇത്തരം ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾ തിരുത്തി കൊടുക്കണം എന്നാണ് പറയുക. ചിലതൊക്കെ വളരെ ഈസി ആയിട്ട് തിരുത്താൻ പറ്റും, ചിലത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 7 സ്വഭാവം എന്നുള്ളത്. ഒന്നാമത്തത് ഓവർ തിങ്കിങ് ആണ്. ഓവർ തിങ്കേഴ്സ് രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഓവർ തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നെഗറ്റീവാണ് ചിന്തിക്കുക. ചിന്തിക്കുന്നത് നല്ലതാണ്. നെഗറ്റീവ് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ജോലി കിട്ടി അതിന് പോവുകയാണെങ്കിൽ, അയ്യോ ആ ജോലി എനിക്ക് ബുദ്ധിമുട്ടാവുമോ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ എന്നെ ശല്യം ചെയ്യുമോ, എനിക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുമോ, ആ കമ്പനി ശമ്പളം തരാത്ത കമ്പനിയാണെന്ന് തോന്നുന്നു, ഗവൺമെൻറ് ജോബാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് അതിന് പോവില്ല. എന്നാൽ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് കച്ചവടം നടക്കുമോ, എൻ്റെ ക്യാഷ് നഷ്ടപ്പെടുമോ, നെഗറ്റീവ് മാത്രം ചിന്തിച്ചിട്ട് അവരത് തുടങ്ങാതിരിക്കുന്നു, ആ കാര്യം ചെയ്യാതിരിക്കുന്നു. അങ്ങനെയുള്ള ഓവർ തിങ്കേഴ്സ് രക്ഷപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ 2 സാധ്യതയും ഉണ്ട്. അതിനകത്ത് അനാവശ്യമായ ഓവർ തിങ്കിങ് ഒഴിവാക്കുക, പോസിറ്റീവായ തിങ്കിങ്ങിലേക്ക് മാറ്റുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പെർഫെക്ഷനിസ്റ്റാണ്. ഒരു രക്ഷയിൽ അവരെയും കൊണ്ട് അവരും ഒരു കാര്യവും ചെയ്യില്ല. കാര്യം ചെയ്തു നോക്കിയാൽ അവർക്ക് തൃപ്തിയാവില്ല. അവരിങ്ങനെ അയ്യോ അത് പോരാ, കുറച്ചുകൂടെ നന്നാവണം, അല്ലെങ്കിൽ അത് വേണ്ട, വീണ്ടും നന്നാക്കി പെർഫെക്റ്റ് ആക്കുന്നത് നല്ലതാണ്. എല്ലാ കാര്യവും 100% പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ചെയ്യൂ തീരുമാനിച്ചാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ജോലിക്ക് പോയാലും ചെയ്തു തീർക്കാൻ കഴിയില്ല. കാര്യം ആ ജോലി ചെയ്താൽ പെർഫെക്റ്റ് ആവില്ല. ബിസിനസ് തുടങ്ങാൻ കഴിയില്ല. കാര്യം ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ 100% ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് മുഴുവൻ സ്റ്റാഫിനെയും വെച്ചിട്ട് മാത്രമേ അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അവരല്ലെങ്കിൽ അയ്യോ അവിടെ ഒരാൾ കുറവുണ്ട്, അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അക്കൗണ്ടൻ്റ് ഇല്ലാതെ തുടങ്ങാൻ പറ്റില്ല, ഇങ്ങനെയൊന്നുമല്ല. ബിസിനസ്സൊക്കെ തുടങ്ങുന്നത് ഏറ്റവും ചെറിയ ലെവലിൽ പോലും തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് പെർഫെക്ഷനിസം നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് യൂട്യൂബേഴ്സ് ഇഷ്ടം പോലെ വരുന്ന, ഇൻഫ്ലുവൻസേഴ്സ് ഇഷ്ടം പോലെ വരുന്ന കാലമാണ്. നമുക്ക് അവരെ നോക്കിയാൽ കാണാൻ പറ്റും. പലരുടെ വീഡിയോയും അത്ര നല്ലതൊന്നുമല്ല, പക്ഷേ നല്ല വൈറലായിരിക്കും. കാരണം കണ്ടൻറ്റ് നന്നായാൽ മതി, ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്താൽ മതിയാവും. ആ രീതിയിലുള്ള വീഡിയോ മതി. അതേസമയത്ത് നല്ല ക്ലാരിറ്റി വേണം, ഹൈ ക്വാളിറ്റി ക്യാമറ വേണം, നന്നായിട്ട് ലൈറ്റ് വെക്കണം, ബാക്ക്ഗ്രൗണ്ടൊക്കെ പൊളിയായിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഒരിക്കലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യില്ല. അവരതൊരു കരിയറാക്കി മാറ്റുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല, ഇംപെർഫെക്ഷൻ ഒരു ഭംഗിയുണ്ട്. ജപ്പാനീസിലൊരു ടേം ഉണ്ട്, വാബി സാബി. പറയുന്നത് ഇംപെർഫെക്ഷനിൽ സമാധാനം കണ്ടെത്തുക എന്നുള്ളതാണ്. പല സാധനങ്ങളും ഭയങ്കര ഭംഗിയിൽ വെക്കുന്നതിനേക്കാളേറെ ചില ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കുത്തിവരച്ച ചിത്രങ്ങൾ നല്ല ഭംഗിയുണ്ടാകും. പൊട്ടിപ്പോയിട്ട് ഒട്ടിച്ചു വെച്ച പാത്രങ്ങൾ നല്ല ഭംഗിയുണ്ടാകും. വളരെ പ്രായം ചെന്ന ആളുകളുടെ മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞിട്ടുള്ളെങ്കിലും ഭയങ്കര ഭംഗിയുണ്ടാകും കാണാൻ. അങ്ങനെ ഒരുപാട് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ, മോശം ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ചിലത് കണ്ടാൽ നല്ല ഭംഗിയായിരിക്കും അത് ടോട്ടലി കാണുമ്പോൾ. അങ്ങനെ നോക്കിയാൽ ഇംപെർഫെക്ഷനും ഒരു പെർഫെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് സമാധാനം കണ്ടെത്തണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ രക്ഷപ്പെടണമെങ്കിൽ പെർഫെക്ഷനിസം ഒഴിവാക്കണം. അടുത്തത് പീപ്പിൾ പ്ലീസേഴ്സാണ്. അതും ഭയങ്കര ഡേഞ്ചറസ് ആയൊരു സ്വഭാവമാണ്. മറ്റുള്ളവരെല്ലാവരും ഞാൻ കാരണം സന്തോഷത്തിലിരിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ സന്തോഷത്തിലിരുന്നോട്ട്, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. പക്ഷേ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രശ്നം. ഒന്ന്, അവരെന്ത് ചോദിച്ചാലും നമ്മൾ നോ പറയില്ല. അവർ നമ്മളോട് ക്യാഷ് ചോദിച്ചാൽ നോ പറയാൻ കഴിയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു അർജൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ അയ്യോ അവരോട് എങ്ങനെ നോ പറയുക, ഞാൻ പോയിട്ടില്ല, അവർക്ക് എന്തെങ്കിലും സങ്കടം തോന്നിയാലോ അവരുടെ കൂടെ പോകും. അവരെന്തെങ്കിലും ഒരു മോശമായിട്ട് പെരുമാറിയാൽ അവരെ ചീത്ത പറയില്ല. കാര്യം ചീത്ത പറഞ്ഞാൽ അവർക്ക് വിഷമമായാലോ എന്നുള്ളതാണ്. മാനുഷികമായിട്ട് ഇവരോടൊക്കെ പെരുമാറേണ്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പെരുമാറണം. ചീത്ത പറയേണ്ടവരോട് ചീത്ത പറയണം, യെസ് പറയേണ്ടതിന് യെസ് പറയണം, നോ പറയേണ്ടതിന് നോ പറയണം. പക്ഷെ അതല്ലാതെ അവരോടൊക്കെ എല്ലാവരും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നതാണ്. അടുത്തത് എക്സ്ക്യൂസ് മേക്കേഴ്സാണ്. ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരൊരു കാര്യം ചെയ്യുകയില്ല. എന്താ ചെയ്യാത്തെന്നുള്ള ചോദ്യത്തിന് അപ്പം തന്നെ എക്സ്ക്യൂസ് പറയും. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പറഞ്ഞ സമയത്ത് വരില്ല. അങ്ങനെ വരാതിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ എഴുന്നേക്കാൻ മറന്നതായിരിക്കാം, എഴുന്നേക്കാൻ വൈകിയതായിരിക്കാം, വെറുതെ ഉഴപ്പിയതായിരിക്കാം. പക്ഷേ അവർ ബസ്സിനെ കുറ്റം പറയും, വരുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ പറയും, ഇങ്ങനെ ചെയ്യും. അതുപോലെ വേറെ എന്തുണ്ടെങ്കിലും ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ, അവരെ ഏൽപ്പിച്ചൊരു കാര്യം ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് എക്സ്ക്യൂസ് കണ്ടെത്തുക. എപ്പോഴും എക്സ്ക്യൂസ്, അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, മറ്റുള്ളവരിലേക്ക് ബ്ലെയിം ചെയ്യുന്ന ക്യാരക്ടറാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പ്രയാസമാണ്. അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഴ്സാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം പിന്നെ ചെയ്യാൻ തീരുമാനിക്കും. ഇന്ന് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാവില്ല, അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല. നാളെ ചെയ്യാം, ഇന്നിപ്പോൾ അങ്ങനെ പോട്ടെ, ഇന്ന് കുറച്ച് നേരം കൂടെ എൻ്റർടൈൻ ചെയ്യാം, ഇന്ന് കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാം, ഇന്ന് കുറച്ച് നേരം കൂടെ വെറുതെ പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇന്ന് ചെയ്യാനുള്ള ജോലി നാളത്തേക്ക് വെക്കും.
നാളത്തെ ജോലിയും ഇന്നത്തെ ജോലിയും കൂടെ അത് വലുതായിട്ടുണ്ടാവും, മറ്റന്നാൾ വീണ്ടും വലുതാവും. അങ്ങനെ കുറേ ആയി കഴിയുമ്പോൾ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ശരിയല്ല, എനിക്ക് കഴിവില്ല എന്നുകൊണ്ട് സ്വയം താഴ്ന്ന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുന്നു, സെൽഫ് എസ്റ്റീം ഇല്ലാതാവുന്നു. ആ അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുക. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുക. അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് വിക്റ്റിം മൈൻഡ് സെറ്റാണ്. എന്ത് സംഭവിച്ചാലും ഞാൻ ഇരയാണ്, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്, അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുകയാണ്, ഞാൻ ശരിയില്ല എന്ന് എല്ലാവരും പറയുകയാണ്, ലോകത്തെല്ലാ പ്രശ്നങ്ങളും എനിക്ക് മാത്രമേ വരുന്നുള്ളൂ, അസുഖങ്ങൾ എനിക്കേ വരുന്നുള്ളൂ, എൻ്റെ സമ്പത്ത് മാത്രമേ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ, എനിക്ക് മാത്രമേ റിച്ച് ആവാൻ പറ്റാത്തുള്ളൂ, എൻ്റെ കുടുംബം മാത്രമാണ് ശരിയല്ലാത്തുള്ളൂ. അതായത് ഞാൻ വിക്റ്റിമാണ്, ബാക്കി എല്ലാവരും ഓക്കെയാണ്. ഇത് ഇത്രയും നെഗറ്റീവായ ഒരു തോട്ട് ലോകത്ത് വേറെ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയില്ല. എല്ലാവർക്കും എല്ലാവരുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പോസിറ്റീവ് സൈഡും കൂടെ കാണാൻ ശ്രമിക്കുമ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ലാസ്റ്റ് ഒരു വിഭാഗം കൂടെ ഉണ്ട്, അതും ഡേഞ്ചറസ് ആണ്. മറ്റൊന്നുമല്ല, നോ ഇറ്റ് ഓൾ എന്നുള്ളതാണ്. എനിക്കെല്ലാം അറിയാം എന്നൊരു മനോഭാവം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ചെന്നിട്ട് ഒരാൾ പറയാണ്, എടാ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അങ്ങനെ ചെയ്താലോ നിൽക്കുമ്പോൾ അതൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, എനിക്കറിയാം എന്ന മൈൻഡ് സെറ്റ്. ആരെന്ത് പറഞ്ഞാലും എനിക്കറിയാം, ഞാൻ ഇതെല്ലാം അറിയുന്ന ആളാണ്, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്കിതെല്ലാം അറിയാം, ഞാൻ കുറേ സ്ഥലത്ത് യാത്ര ചെയ്ത ആളാണ്, കുറേ പഠനമുള്ള ആളാണ്, പഠിപ്പുള്ള ആളാണ്, കോളേജിൽ പോയ ആളാണ്. ഇങ്ങനെയുള്ള ചിന്തയായിട്ട് നടക്കുകയാണെങ്കിൽ നടക്കില്ല. കാരണം ലോകത്തൊരാൾക്കും മുഴുവൻ കാര്യങ്ങളിലും അറിവില്ല. എനിക്ക് ചില കാര്യങ്ങൾ നല്ല അറിവുണ്ടാവാം, പക്ഷേ മറ്റു വളരെ ചെറിയ കാര്യങ്ങൾ പോലും എനിക്കറിയില്ല. ആ ബോധ്യം എനിക്ക് വേണം. എനിക്കറിയാത്ത വളരെ കുഞ്ഞു കാര്യം എന്നേക്കാൾ എത്രയോ ചെറിയ കുട്ടി പറഞ്ഞാൽ എൻ്റെ മകൻ എനിക്ക് പറഞ്ഞു തരുന്നതാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ് ഞാൻ സ്വന്തമായിട്ട് ചെയ്യും, പക്ഷേ എൻ്റെ മകനായിരിക്കും ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയാം. അപ്പോൾ എനിക്കിതെല്ലാം അറിയാം, ഇപ്പോൾ നല്ല പറയേണ്ടത്, ഓ താങ്ക് യു, എനിക്കൊരു പുതിയ അറിവ് കിട്ടിയതിനെന്ന് പറഞ്ഞിട്ട് നമ്മളത് ഏറ്റെടുക്കണം. ആ മൈൻഡ് സെറ്റാണ് വേണ്ടത്. എന്നും സ്റ്റുഡൻ്റ് ആയിരിക്കുക, എല്ലാ കാലത്തും എനിക്ക് അറിവുണ്ട് എന്ന ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നല്ല വീഡിയോകൾക്കായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.